നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, ആഹാ, മോളെത്തിയോ? ഇരിക്കേ ശ്രീ. ഋതിക മോള് വന്നു. മോളിരിക്കേ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആ, അയ്യോ, ഞാനത് ചോദിക്കാൻ മറന്നു. മോക്ക് ചായയാണോ കാപ്പിയാണോ? കോഫി എടുത്താ മതി. ആ, അമ്മ ഇപ്പൊ എടുത്തോണ്ട് വരാമേ. ഇരിക്കേ, ഇരിക്കടാ. ഇരിക്കും മാഡം. ഇത് രാജ കഴിച്ചോ? നീ എന്ത് പണിയെ കാണിച്ചേ? ഇത് ഞാൻ കൊണ്ടുവന്ന പഴോ? നീ എന്തിനാ അത് അടർത്തിയത്? എന്റെ പഴം തന്നെ തരാൻ പറ്റില്ല. ഇതേ കഴിക്കാൻ കൊണ്ടുവന്നല്ലേ. ആര് കൊണ്ടുവന്നതാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് കഴിക്കാൻ തോന്നിയാ ഞാൻ കഴിക്കും. രാജു, നാളെ വരുമ്പോ ഇവൾക്ക് ഒരു കൊല പഴം മേടിച്ചു കൊടുത്തേക്ക്. നിനക്കെന്നെ അറിയില്ല. ദേഷ്യം പിടിപ്പിച്ചാലേ ഈ രമ്യ ശൂർപ്പണക. അത് നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നീ ഒരു ശൂർപ്പണകയാണെന്ന്. രാജു ഇത് കഴിച്ചോ? എല്ലാം നാശായി. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? സത്യം പറ രമ്യ, ഈ പഴത്തിൽ വല്ല വിഷവും ചേർത്തിട്ടുണ്ടോ? വിഷമൊന്നും അല്ല, അത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴം. എല്ലാത്തിനും കാരണം ദേ ഇവളാ. എല്ലാം അവളെന്നൊക്കെ വിളിച്ചാലേ നീ വിവരം അറിയും. അല്ല മാഡം, അല്ല എപ്പോ നോക്കിയാലും നീ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ അങ്ങനെ വെറുതെ വലിഞ്ഞു കയറി വരുന്നൊന്നും അല്ല. ഈ വീട് എന്റെയാ. ഞാനാ ഈ വീടിന്റെ ഓണർ. ഓ, വാടക പിരിക്കാൻ വരുന്നതായിരിക്കും അല്ലേ? അല്ല, വാടക പിരിക്കാനുള്ള തീയതി ആയോ എന്ന് ചോദിക്കാൻ വരുന്നതാ. അല്ല, എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? ഞാൻ രാജു PA ജോലി ചെയ്യുന്ന മന്ത്രിയുടെ മകളാ. നീ മുൻപ് എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കാം. നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? രമ്യ, മതി നിർത്ത്. ഋതിക മാഡം ഇനി കുറച്ചു നാളത്തേക്ക് എല്ലാ ദിവസവും ഇവിടെ വരും. ഋതിക മാഡത്തിന് ട്യൂഷൻ എടുത്ത് എക്സാമിന് ജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. ശ്രീ, ട്യൂഷൻ നടക്കുമ്പോ ഇവിടെ ആരുടെ ശല്യം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായിട്ടോ. രമ്യ തൽക്കാലം ചെല്ല്. ട്യൂഷൻ സമയത്ത് രമ്യ ഇവിടെ വരണ്ട. സോറി മാഡം. ഇറ്റ്സ് ഓക്കേ രാജു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.